ഞാൻ എന്തൊരു മണ്ടിയ, അവളുടെ മുറിക്ക് പുറത്തും കോവണിയിൽ മാത്രം ഒഴിച്ചാൽ അവളാണ് ടാർഗറ്റ് എന്നുള്ള കാണുന്നവർക്ക് മനസ്സിലാവില്ലേ? പിന്നെ ഒന്നും ആലോചിച്ചില്ല. അവിടെ കണ്ട 1-2 മുറികളുടെ വാതിലിന് പുറത്തുകൂടി എണ്ണ ഒഴിച്ചു. എല്ലാം കൂടി ഒരുമിച്ച് വീണ് തൊലയട്ടെ. കുറച്ച് ലോക്കൽ പരിപാടിയായി പോയി. മുംബൈയിൽ നിന്ന് ഉശിരുള്ള ടീമിനിറക്കി കളിക്കാൻ അറിയായിട്ടല്ല ഈ ആവണിക്ക്. പക്ഷെ സമയം തീരെയില്ല. ആദ്യം ഈ കണ്ണീർ സീരിയൽ ഐറ്റം തന്നെ പരീക്ഷിക്കാം. അത് കഴിഞ്ഞ് പതിയെ എൻ്റെ സ്റ്റാൻഡേർഡിലേക്ക് തന്നെ തിരികെ വരാം പറഞ്ഞുകൊണ്ട് ബാക്കി വന്ന എണ്ണ ഗോവണിക്ക് മുകളിലായി ഒഴിച്ച ശേഷം മെല്ലെ അടുത്ത ഗോവണിപ്പടിയിലേക്ക് കാലുവെച്ചതും പെട്ടെന്നാണ് അവൾ ആ കാഴ്ച കാണുന്നത്. 4 കെട്ടിന്റെ നടുമുറ്റത്തേക്ക് കാലിറക്കിയിട്ട് പിന്നിലേക്ക് ചായ്ഞ്ഞുകൊണ്ട് ഇരുകൈയും പുറകിൽ കുത്തിയൊരു പെൺകുട്ടി ഇരിക്കുന്നു. നീലാംബരി അല്ലേ അത്? ആവണിയൊന്ന് സൂക്ഷിച്ചു നോക്കി. നടുമുറ്റത്ത് മാത്രമാണ് അല്പം വെളിച്ചമുള്ളത്. പോരാത്തതിന് മഴ പെയ്തിറങ്ങുന്നുമുണ്ട്. ദേഹമാക്കും മായം വാരിപ്പൂശ പോലൊരു വെണ്മയാണ് അവളുടെ ശരീരത്തിന്. വെളുത്ത താവണിയാണ് വേഷം. ഒന്ന് സംശയിച്ചുകൊണ്ട് 1-2 പടികൾ കൂടി ആവണി ഇറങ്ങിയ നിമിഷം അവളെ കണ്ടെന്ന പോലെ ആ രൂപം തലയരിച്ച് അവളെ നോക്കി. പിന്നെ നിവർന്നിരുന്നുകൊണ്ട് മുന്നിലേക്കൊന്ന് ആഞ്ഞുകൊണ്ട് നോക്കി. പിന്നെ ആ രൂപത്തിന് ഒരു അനക്കവുമില്ല. വല്ലാത്തൊരിരുത്തം. ആവണിക്ക് ഇരുകാലുകളും മരവിക്കും പോലെ തോന്നി. ശരീരം തളരുന്ന പോലെ. പണ്ട് മുംബൈയിൽ താൻ താമസിച്ചിരുന്ന ഫ്ലാറ്റിന് ഓപ്പോസിറ്റുള്ള ഒരു ഫ്ലാറ്റിൽ ഒരു തൂങ്ങി മരണം നടന്നതിന് ശേഷം ഏറെക്കാലം അടച്ചിട്ടതും പിന്നെ അതിനുള്ളിൽ നിന്ന് നിഴൽപ്പുള്ള രൂപങ്ങൾ മറ്റു ഫ്ലാറ്റിലുള്ളവർ കണ്ടെന്ന കഥ പരന്നതൊക്കെ ആവണിക്ക് പെട്ടെന്ന് ഓർമ്മ വന്ന നിമിഷം ഭയത്തോടെ ഗോവണിയിലായി അവൾ ഇരുന്നു പോയി. ആ സമയമാണ് ചൈതന്യയുടെ ആദ്യത്തെ നിലവിളി കേൾക്കുന്നത്. അപ്പോഴും നടുമുറ്റത്തുള്ള രൂപം തന്നെ നോക്കി ഇരിപ്പാണെന്ന് കാണെ ആവണിക്ക് അനങ്ങാൻ പോലും കഴിയാതെയായി. കുറെ സമയം അങ്ങനെ തന്നെ ഇരുന്ന